ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള കാന്താരി മുളക് കൊണ്ട് ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ. കാന്താരി മുളക് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്, ചുവന്നുള്ളി, പുളി, ഉപ്പ്, പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും വേണം. ഇത്രയും മാത്രമേ ഈ കാന്താരി ചമ്മന്തിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി മുളക് ചമ്മന്തിയാണ്. ഇപ്പം ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാന്താരി മുളക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ ഇന്ന് ഈ മുളക് വെച്ചിട്ട് ഒരു ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ നമുക്ക് കാന്താരി മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു ഇടികല്ല് എടുത്തിട്ട് അതിലേക്ക് ചുവന്നുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഈ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ട് വരാം. ഒരുവിധം നന്നായിട്ട് തന്നെ ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കുകയാണ്. എരിവ് കൂടിയ കാന്താരി മുളകാണെങ്കിൽ അപ്പോൾ അത് പാകത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ. കാന്താരി മുളക് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ ചുവന്നുള്ളി കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കുന്നതിനും അതുപോലെ രക്തശുദ്ധിക്കൊക്കെ നല്ലതാണ് ചുവന്നുള്ളി. അപ്പോൾ ഇതുപോലെ പച്ചയായിട്ട് തന്നെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് ഹെൽത്ത് വൈസ് വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ പുളിയാണ്. പുളി കുറച്ച് ഇത്രയും വലിപ്പത്തിൽ പുളി എടുത്തോളൂ കേട്ടോ, കാരണം ഇതിൽ പുളിയാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. കാന്താരി മുളകും ഉള്ളിയും പുളിയും ഒക്കെ കൂടി ചതച്ചെടുത്തു. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയ പാത്രമായ കാരണം നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ വേണം. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വെളിച്ചെണ്ണയുടെ ഒരു മണവും കാന്താരിയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ ഒരു മണം അങ്ങനെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ചോറ് കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ചമ്മന്തി തയ്യാറാക്കി നോക്കുക. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിലൊക്കെ വെള്ളം നിറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.